എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടുള്ള റെസിപ്പിയാണ്, അതായത് ചെട്ടിനാട് ചിക്കൻ കറി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നിങ്ങളുടെ അടുത്ത്, എനിക്ക് എന്നാണോ പൂർണ്ണമായിട്ടും വിശ്വാസം വരിക ആ റെസിപ്പിയിൽ അന്ന് മാത്രമേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെസിപ്പി അപ്ലോഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്താ പറയുക, അത്യാവശ്യത്തിന് സ്പൈസിയാണ്, പക്ഷെ ഓവർ സ്പൈസി അല്ല. മിതമായിട്ടുള്ള ഗരം മസാലയും കാര്യങ്ങളെ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അത് മാത്രമല്ല, ദയവ് ചെയ്ത് റെസിപ്പീസ് എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന ബിരിയാണിയുടെ ഉള്ളി സലാഡിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു ഷൂട്ടിങ്ങിന്റെ കാര്യം. അപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഷൂട്ടിംഗ്. അപ്പോൾ സസ്പെൻസ് ഒന്നും ഞാൻ വെക്കുന്നില്ല. നമ്മുടെ ഏഷ്യാനെറ്റിന്റെ സ്റ്റേജ് ടൈമിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് ഷൂട്ടിങ്ങിന്. അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളൊരു എന്താ പറയുക, ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശരി ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു, ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം. അങ്ങനെ ഒരു 5 എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ടെലികാസ്റ്റ് ചെയ്യും. അപ്പോൾ ഡേറ്റ് എനിക്ക് അറിയില്ല, ഡേറ്റ് അറിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് ക്ലിപ്സ് ഒക്കെ. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാട് ചിക്കൻ കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെട്ടിനാട് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കണം. മസാലക്കൂട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു കടായി വെക്കുക. ചീനച്ചട്ടിയോ കടായിയോ എന്താണ് നിങ്ങളുടെ അടുത്തുള്ളത് അത് വെക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് തീ ഓൺ ചെയ്യുക. ഞാൻ അതിലോട്ട് നമുക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എണ്ണ ഇല്ലാണ്ട് വറുത്തെടുക്കാം കേട്ടോ, പക്ഷെ എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ഫ്ലേവർ വരിക. ഇപ്പോൾ ഈ ചെട്ടിനാട് റെസിപ്പിക്ക് ആയതുകൊണ്ട് നല്ലെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതിന് വേണ്ടി ഒരു അല്പം മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. ഒരു ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. ആദ്യം തന്നെ 2 ടീസ്പൂൺ കുരുമുളക്, മൊത്തത്തിലുള്ള കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3-4 ഉലുവ. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഫെനൽ സീഡ്സ്. പിന്നെ നല്ല ജീരകം, ക്യൂമിൻ സീഡും 1/2 ടീസ്പൂൺ കേട്ടോ. പിന്നെ ഒരു ഗ്രാമ്പു, ഞാൻ ഒരുപാട് സ്പൈസസ് ഇടുന്നില്ല, 1 ഗ്രാമ്പു ഇടുന്നുള്ളൂ. അതുപോലെ നമുക്ക് ഏലക്കയുടെ ആ ബ്ലാക്ക് സീഡ് മാത്രം ഒരെണ്ണത്തിൻ്റെ ഇടാം കേട്ടോ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, ഈ ചെട്ടിനാട് ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ സ്പൈസ് ലെവൽ അങ്ങ്, അതായത് ഇതുപോലത്തെ മസാലയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്കങ്ങ് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഭയങ്കര കുത്തലും മണം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് എന്താ പറയുക, എനിക്കറിയില്ല, എനിക്ക് എത്ര ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് പോലും നിശ്ചയില്ല. അത്ര പ്രാവശ്യം ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അവസാനം എൻ്റെ രീതിയിൽ അളവുകളൊക്കെ മാറ്റി എന്താ പറയുക, മസാലകളൊക്കെ കുറച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാതെ വന്നു. അപ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത്. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ ഹോൾ മല്ലി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ ഈ ഹോൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ മൊത്തത്തിലുള്ള മല്ലിയോ കുരുമുളകോ മുളകോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് പകരമായിട്ട് പൊടി ഉപയോഗിക്കാം. പൊടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്നും ചെയ്യാൻ പാടില്ല. തേങ്ങ ആദ്യം തന്നെ തേങ്ങ അങ്ങ് വറക്കുക. എന്നിട്ട് ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പൊടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി 2 ടീസ്പൂൺ, പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് ഒരു നുള്ള് ഉലുവയുടെ പൊടി, അതുപോലെ തന്നെ പിന്നെ മല്ലിയുടെ പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ. അങ്ങനത്തെ രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, പൊടിയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ശരിക്കും ട്രഡീഷണൽ വേ എന്ന് പറയുന്നത് ഇതുപോലെ ഹോൾ സ്പൈസസ് തന്നെയാണ്. ഏലക്കയുടെ പൊടിയാണെങ്കിൽ ഒരു നുള്ള് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു വാസന വരുന്ന വരെ അങ്ങ് വഴറ്റി കൊടുക്കാം. ഇത് ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്കിത് ഈ കടായിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് മൊത്തത്തിലുള്ള മുളക് ചേർത്തിട്ട് അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെട്ടിനാട് ചിക്കൻ തേങ്ങ ചേർത്തിട്ടും വെക്കും, ഇല്ലാതെയും വെക്കും. അപ്പം ഞാൻ പല രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചേർത്ത് വെക്കുന്ന ചെട്ടിനാട് ചിക്കനാണ് കുറച്ചും കൂടെ എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് തേങ്ങ വേണ്ട എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ചെട്ടിനാട് ഒത്തൻറ്റിക് ചെട്ടിനാട് ചിക്കനിൽ നമ്മൾ ടൊമാറ്റോ ചേർക്കാറില്ല. അപ്പോൾ ടൊമാറ്റോ ചേർക്കാതെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ ടൊമാറ്റോ ചേർക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോൻ്റെ പുളിരസം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ ഒഴിവാക്കാം. അതല്ലെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ല വാസന വരുന്ന വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല വാസന വരുന്നുണ്ട്.
ഓക്കെ, ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റാം. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് ഇട്ടിട്ട് മുളക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം അവസാനം തേങ്ങ ഇട്ടങ്ങ് ഗോൾഡൻ കളർ ആവുന്നവരെ തേങ്ങ വറുത്തെടുക്കാം. അപ്പം ഞാനിതിലോട്ട് ഒരു 10 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉണക്കമുളക്. ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണൽ രീതിയിൽ ഒരു ഗുണ്ടുമുളക് എന്ന് പറഞ്ഞ ഉണ്ട മുളകാണ് ഉപയോഗിക്കാറുള്ളത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ആ മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നല്ല എരിവുള്ള മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ, വറ്റൽ മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഹോളായിട്ടുള്ള വറ്റൽ മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണൊക്കെ ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെയും സ്പൈസ് ലെവൽ അനുസരിച്ച് മുളകിൻ്റെയൊക്കെ അളവിൽ മാറ്റം വരുത്തണം. ചെട്ടിനാട് ചിക്കൻ കറി നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന റെസിപ്പി ആയിരുന്നു, എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത്, എനിക്ക് പൂർണ്ണമായും ഒരു സാറ്റിസ്ഫാക്ഷൻ വരാതെ ഞാൻ വീഡിയോ ചെയ്യാറില്ല. വെറുതെ വീഡിയോയുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ മുളകിൻ്റെയും കളർ മാറിയിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഞാൻ പറഞ്ഞ പോലെ തേങ്ങ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ഒഴിവാക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഗോൾഡൻ കളർ ആവുന്നവരെ കേട്ടോ. തേങ്ങയുടെ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ, ഇത്ര മതിയാവും. ഇനി നമുക്കങ്ങ് ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്തിട്ട് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ മേലെ കൂടെ ആ പ്ലേറ്റിൽ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. ഓക്കെ, ഇതാ ചൂടാറിയതിന് ശേഷം നമ്മൾ മസാലയില്ലേ, റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയുള്ള ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണിത്. നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒട്ടും തന്നെ വെള്ളമില്ല. അപ്പോൾ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് കുറച്ചും കൂടെ ടേസ്റ്റി എന്ന് പറയുന്നത്. പക്ഷേ ബോൺലെസ് വെച്ചിട്ട് നിങ്ങൾക്ക് സെയിം പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ 1 കിലോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ടൊക്കെ നിങ്ങൾ ഈ കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അളവിൽ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അളവ് കൂട്ടി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അളവ് കൂട്ടുകയാണെങ്കിൽ തന്നെ ഡബിൾ ദ എമൗണ്ട് എടുക്കേണ്ട നമ്മൾ എല്ലാം കുറച്ചങ്ങ് കൂട്ടി കൊടുത്താൽ മതി. ഒരുപാട് ഇപ്പോൾ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്ന സ്പൈസ് ലെവലൊക്കെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ ഓവറായിട്ട് അങ്ങ് മസാലയുടെ കുത്തും മുന്നോട്ട് നിൽക്കും. അതുകൊണ്ട് ഞാൻ ചേർത്തതിൽ നിന്ന് കുറച്ചങ്ങ് കൂട്ടി കൊടുത്താൽ മതി 1 കിലോ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചതാണ്. നമുക്ക് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ അരിഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി 10 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി മാത്രം മതിയാവും, ഒരുപാട് വലിയ കഷ്ണം ഇഞ്ചി വേണ്ട. വെളുത്തുള്ളിയാണ് ഇവിടെ മുന്നോട്ട് നിൽക്കേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ സാധാരണ രീതിയിൽ പുളി ചേർക്കാറില്ല. പക്ഷേ ചിലർ സാധാരണ കോൽപ്പുളി ചേർക്കും, ലെമൺ ജ്യൂസ് ചേർക്കും, അല്ലെങ്കിൽ തക്കാളി ചേർക്കും. അപ്പം ഞാൻ തക്കാളിയാണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു വലിയ തക്കാളി, പുളിയുള്ള തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു കൽച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ രീതി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഒന്നുമില്ലെങ്കിൽ സാധാരണ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ ഈ കൽച്ചട്ടിയിലോട്ട് നമുക്ക് ഏതെണ്ണയാണ് ഒഴിക്കേണ്ടത്? ഇത് നമ്മുടെ തമിഴ്നാട് ഡിഷ് ആയതുകൊണ്ട് ഇതിലോട്ട് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതെ, നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത്യാവശ്യം എണ്ണ വേണം ഇതിലോട്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. പിന്നെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നറിയാമോ? തമിഴിൽ കൽപ്പാസി എന്ന് പറയും, ഇംഗ്ലീഷിൽ സ്റ്റോൺ ഫ്ലവർ എന്ന് പറയും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പായലാണ്. ഇങ്ങനെ ഇതേപോലത്തെ ഒരു നാട്ടിലൊക്കെ ഒരു 40 രൂപയേ ഉള്ളൂ. അതേസമയം നമ്മൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ 100 ചില്ലാനം ദിറംസൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് ഞാൻ ഈ സാധനം കിട്ടാത്തതുകൊണ്ടും കൂടിയാണ് ഈ റെസിപ്പി ഇതുവരെ ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലൊരു സംഭവമാണ്. ഇതൊരു കല്ലിലൊക്കെ പറ്റി പിടിച്ച് വളരുന്ന ഒരു പായലാണ്. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ കല്ലിൽ നിന്ന് ആ പായലെടുത്തിട്ട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കും, ഉണക്കിയെടുക്കും. അതാണ് സംഭവം. ഇത് ഈ ചെട്ടിനാട് ചിക്കൻ കറിയുടെയും ചെട്ടിനാട് വിഭവങ്ങളുടെ പ്രത്യേകതയാണ് ഈ സംഭവം ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു വാസന വരും. അതാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും വാസന ഉണ്ടാവില്ലേ, അതിൻ്റെ റീസൺ ഇതാണ് കേട്ടോ. കൽപ്പാസി എന്ന് പറയും. ഓൺലൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഇതിൻ്റെ വില കാണുമ്പോൾ. പക്ഷേ ഈ തമിഴ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിലുണ്ടാവും, അതല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുത്തിക്കാം. കേരള സാധനങ്ങൾ കിട്ടുന്ന കടയിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എനിക്കിവിടെ കിട്ടിയില്ല. അപ്പോൾ എൻ്റെ കസിൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓത്തൻറ്റിക് റെസിപ്പിയിൽ ഇത് മസ്റ്റാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം, ഒരു ചെറിയ ബേ ലീഫിൻ്റെ ഒരു പകുതി. പിന്നെ നമ്മുടെ ഈ കൽപ്പാസി അത് ഇത്രയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒരു 3-4 കറിവേപ്പില ആദ്യം ഇടുക. പിന്നെ അവസാനം നമുക്ക് കറിവേപ്പില കുറേ വേണം. ഇതൊന്ന് വഴറ്റുക. അപ്പോൾ ആ വഴറ്റുമ്പോൾ തന്നെ ആ ഒരു നല്ലൊരു വാസന വരും. അതാണ് ഇതിൻ്റെ ഒരു ട്രേഡ് സീക്രട്ട് എന്ന് തന്നെ പറയുന്നത്. ഞാനിപ്പോൾ ഈ റെസിപ്പി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴാണ് കഴിഞ്ഞ മാസമാണ് ഈ സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒട്ടും തന്നെ ലേറ്റ് ആവണ്ട, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഈ പട്ട നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ ഓവറായിട്ടങ്ങ് ഗരം മസാലയുടെ കുത്ത് കൂടുന്ന കാരണമാണ് ഞാൻ പട്ട ഇതിലിട്ടങ്ങ് വഴറ്റുന്നത്. അതേപോലെ തന്നെ സ്റ്റാർ അനീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇടാം. പക്ഷേ എനിക്ക് അതിൻ്റെ വാസന വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റാർ അനീസ് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ജാതിപത്രി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഓവറായിട്ട് മസാലകൾ ഇല്ലാത്തതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു നല്ലൊരു വാസന വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതോ അല്ലെങ്കിൽ അരിഞ്ഞ് വെച്ചതോ അതുമല്ലെങ്കിൽ അരച്ചെടുത്തതോ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് വേണം നമുക്കതിലോട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാൻ. ചെറിയുള്ളിയാണ് ഇതിൻ്റെ ട്രഡീഷണൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സവാള, വലിയ സവാള വളരെ നൈസാക്കി അരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുക്കണം. സവാള വലിയതായിട്ട് അരിയാൻ പാടില്ല. അപ്പം ഞാൻ ചെറിയുള്ളി 20 എടുത്തിട്ടുണ്ട്. അതും വളരെ നൈസാക്കി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴല്ല, ഇച്ചിരി ഒന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറട്ടെ, ഇഞ്ചി വെളുത്തുള്ളിയുടെ കേട്ടോ. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ 2 പച്ചമുളക് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 2 മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തതിന് ശേഷം വഴറ്റിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചെറിയുള്ളി അല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് ഗോൾഡൻ കളർ ആവുന്ന വരെ അതങ്ങ് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കൽച്ചട്ടി ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും. ഇത് ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എസൻപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനല്ല, അച്ഛൻ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അച്ഛനും ഇതിങ്ങനെ ബെഡ്ഷീറ്റിലൊക്കെ പൊതിഞ്ഞ് സേഫായിട്ട് കൊണ്ടുവന്നു. ഞാനൊക്കെ വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല, കാരണം എനിക്ക് ഓൾറെഡി നല്ല വെയിറ്റുള്ള കാര്യങ്ങളുണ്ടാവും കൊണ്ടുവരാൻ. പിന്നെ ഇതും കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ അച്ഛനും ജാൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവരാറുള്ളത്. ഇതൊന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് വഴറ്റി കൊടുക്കുക കേട്ടോ, ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ചെറുതായിട്ട് ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചേർന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി അല്പം മതി, ഒരുപാട് വേണ്ട. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറട്ടെ. അതിന് ശേഷം നമുക്കിതിലോട്ട് എന്ത് ചേർത്ത് കൊടുക്കണം? നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതങ്ങ് കുക്കാവണം തക്കാളി. അപ്പോൾ തക്കാളി താല്പര്യമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു അല്പം പുളി ഒഴിച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ചെറുനാരങ്ങ നീരാണെങ്കിൽ ഇപ്പോൾ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കണം. എന്നിട്ട് ഇത് തക്കാളിയും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് വേവട്ടെ കേട്ടോ, നന്നായി കുക്കാവട്ടെ. അതിനുശേഷം വേണം അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയുടെ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ചിലവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും വിനീഗറും അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരും കൂടി മിക്സ് ചെയ്ത് അങ്ങ് വെച്ചേക്കും. അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കാറൊന്നുമില്ല. ഇതിലോട്ട് നമ്മുടെ മസാലയിലോട്ട് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒരു 5 മിനിറ്റോളം ഈ തക്കാളി ഒന്ന് കുക്കായിക്കോട്ടെ. അപ്പോൾ നമ്മൾ തക്കാളി ചേർത്തിട്ട് നന്നായി കുക്കായിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ മസാല അങ്ങ് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതിൽ കിടന്ന് ഇതങ്ങ് നന്നായിട്ടങ്ങ് കുക്കാവണം. അതിന് ശേഷമാണ് നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ കുക്കാവുമ്പോഴാണ് ചിക്കൻ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് കുറച്ച് ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ 1/4 ഭാഗം കുക്കായതിനു ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ വാസന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, റൂം മുഴുവൻ ഇങ്ങനെ വല്ലാത്തൊരു നല്ലൊരു വാസനയാണ്. പക്ഷേ ഓവറായിട്ട് സ്പൈസസ് ഒന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റോളം ഇതങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. എനിക്ക് പാകമാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ് അങ്ങ് ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചിക്കൻ്റെ പീസസ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യാം. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കാൻ മറക്കരുത്, അടി പിടിക്കാൻ പാടില്ലല്ലോ. അടി പിടിക്കില്ല, എന്നാലും ഒരു ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ ഇതൊരു പകുതി കുക്കായിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. നല്ല വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അതാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. വെള്ളം ഒഴിച്ചാൽ കുറച്ച് ഗ്രേവി കൂടുതൽ കിട്ടും. അപ്പോൾ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഒന്നും കൂടെ ആവാനുണ്ട്. ഇനിയും അടച്ചു വെച്ചിട്ട് നമുക്ക് ബാക്കിയും കൂടെ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചിക്കൻ കറിയുടെ കളറങ്ങ് മാറി നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ഈ ഗ്രേവി ഇതുപോലെ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫ് ചെയ്യാം. അതേസമയം കുറച്ചും കൂടെ വറ്റിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം അങ്ങ് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നോക്കാം, ഒരു കത്തി ഓരെങ്കിലും സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് ഒന്ന് മുറിച്ച് നോക്കാം. കുക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്തിടാം. കണ്ടില്ലേ കുക്കായിട്ടുണ്ട്. എന്നാലും ഒരു 5 മിനിറ്റും കൂടെ ആയിക്കോട്ടെ. അപ്പം പിന്നെ അത് ഓരോ ചിക്കൻ അനുസരിച്ച് മാറ്റം വരും കേട്ടോ. അപ്പോൾ നാട്ടിലെ ചിക്കൻ ആണെങ്കിൽ കുറച്ച് അധികം സമയം കുക്കിംഗ് ടൈം വേണ്ടി വരും. പിന്നെ ഇതൊക്കെ കുക്കറിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടില്ല. എപ്പോഴും സ്ലോ കുക്കിംഗ് ആണ് ഇതിനൊക്കെ നല്ലത്. അപ്പോൾ ഇതുപോലെ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നോക്കിയിട്ട് വെള്ളമൊക്കെ കുറവാൻ തോന്നുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ഗ്രേവി വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് സമയത്തൊന്ന് ടേസ്റ്റ് നോക്കുക. എന്തെങ്കിലും ഉപ്പോ പുളിയോ ഒക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. ഈ കളർ കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടില്ലേ.
അപ്പോൾ ഞാനിതിൻ്റെ ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. സംഗതി ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ പല റെസിപ്പിയും ട്രൈ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല റെസിപ്പിയാണിത്. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവൊക്കെ ഉണ്ട്. ഇനി എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി അധികം വേണ്ട ഇതിൽ കേട്ടോ. അപ്പോൾ ഇത് എനിക്കൊക്കെ നല്ല കറക്റ്റ് എരിവാണേ, ഒരുപാടങ്ങില്ല, ഒരു മീഡിയം എരിവായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ്, കറിവേപ്പില. നിറയെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. അത് കഴിഞ്ഞിട്ട് അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഇനി തുറന്ന് വെച്ച് കുക്ക് ചെയ്യുക. അതിന് ശേഷം ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓഫ് ചെയ്യണം കേട്ടോ. 5 മിനിറ്റും കൂടി കുക്കായിട്ടുണ്ട്. ഓഫ് ചെയ്യുകയാണേ. അവസാനമായിട്ട് ഞാൻ പറഞ്ഞ പോലെ നിറയെ കറിവേപ്പില ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ തിക്നെസ് കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗ്രേവിയുടെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി എണ്ണ മേലേക്ക് ഇങ്ങ് തെളിഞ്ഞ് വരും. കുറച്ചും കൂടി ഡ്രൈ ആക്കണമെങ്കിൽ നല്ലോണം എണ്ണ അങ്ങ് തെളിഞ്ഞ് വരും. പക്ഷേ ഞാൻ അധികം ഡ്രൈ ആക്കണില്ല, കാരണം ഇവിടെ എൻ്റെ മോന് കുറച്ചൊന്ന് ഗ്രേവി വേണം. ഓവറല്ല, എന്നാലും ഈ ഞാൻ പാലപ്പാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ കുറച്ച് ഗ്രേവി വേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പില നമ്മളങ്ങ് ഇട്ട് കൊടുക്കാം, എന്നിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ ആ കറിയുടെ ലെവൽ അങ്ങ് മാറിപ്പോവും. ആഹാ, ഇത്രേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചെട്ടിനാട് ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം ഞാൻ കൊണ്ടുവരാം. ഓക്കെ. പിന്നെ ഇവിടെ ജാഞ്ചേട്ട എപ്പോഴും പറയും ഈ ചെട്ടിനാട് ചിക്കൻ കറിയൊക്കെ അല്ലെങ്കിൽ അതെട്ടാ ചെട്ടിനാടെന്ന് മാത്രമല്ല ഏത് ചിക്കൻ കറി ആണെങ്കിലും നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിക്കനിലോട്ടൊക്കെ നല്ലോണം മസാല പിടിച്ചിട്ട് കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും അത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് ഞാനൊക്കെ പ്രിഫർ ചെയ്യുന്നത് ഇത് രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കാനാണ്. ഉച്ചയ്ക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാത്രിക്കാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കെങ്കിലും ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഒരു മിനിമം ഒരു 6 മണിക്കൂർ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ തന്നെ ആ മസാലയൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അടിപൊളിയായിരിക്കും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഗ്രേവി മാത്രം ഞാൻ കുറച്ചൊന്ന് നിങ്ങൾക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്യുക. അപ്പത്തിൻ്റെ കൂടെ നമ്മുടെ അവലപ്പാണ്, ഈസി ആയിട്ടുള്ള അപ്പം. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാം രുചിയും കറക്റ്റാണ്. രുചി ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അഥവാ നിങ്ങൾക്ക് കുറച്ച് പുളിയോ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂടുതൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് പഞ്ചസാര അല്ലെങ്കിൽ ഒരു നുള്ള് കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രത്യേക ടേസ്റ്റ് വേറെ ലെവലിലോട്ട് മാറിപ്പോകും. അപ്പോൾ ഞാൻ പഞ്ചസാര എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ ചീത്ത പറയരുത്. അതൊക്കെ ഒരുപാട് പഞ്ചസാര അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു വായ അപ്പം ഇങ്ങനെ കഴിക്കുകയാണേ. അഞ്ചപ്പാറിൽ പോയിരുന്ന് കഴിക്കണ പോലെയുണ്ട്. ഒട്ടും അതിശയോക്തി പറയില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. മാത്രമല്ല ദയവേത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മതി. അല്ലാതെ ഞാൻ പറയുന്നില്ല. നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ദയവേത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നാളെ 1:30 അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മുടെ മസാലയൊക്കെ റെഡിയായി. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഞാൻ 2 മീഡിയം പൊട്ടറ്റോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഉപ്പിട്ട് വേവിച്ചിട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ. നമ്മള് 4 വീഡിയോ ഒരെണ്ണം കൂടെ ഞാനുണ്ടായിരുന്നില്ല. ആ വീഡിയോ പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. തേങ്ങേനെ കുറ്റം പറയുന്നത് ബിഹൈൻഡ് ദ സീൻ എടുക്കാം. ബാക്കി ആൾക്കാരെ പറ്റി പരിദോഷം പറയാൻ ഇടാൻ പറ്റില്ല. അടുത്ത ആളെ പറ്റി പറഞ്ഞു. ഞാനിത് ആളെ പറ്റി പറയാത്തപ്പോ എടുക്കാന്ന് വെച്ചിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്തു.